അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് മഹാന്മാർക്ക് ശുപാർശ ചെയ്യാനാവും. പരലോകത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയും അതേപോലെ തന്നെ റിഫായി ഷെയ്ഖുമൊക്കെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. നാം മനസ്സിലാക്കേണ്ടത്, പരലോകം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തയും നമ്മുടെ വിചാരങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. അവിടുത്തെ ശുപാർശയെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ലൈസ ലഹും മിൻ ദൂനിഹി വലിയുൻ വലാ ഷഫീഉൻ ലഅല്ലഹും യത്തഖൂൻ. അല്ലാഹുവിന് പുറമെ ഒരു രക്ഷാധികാരിയോ ഒരു ശുപാർശകനോ പരലോകത്ത് ഉണ്ടാവുകയില്ല. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ. അല്ലാഹുവിനാണ് എല്ലാ ശുപാർശകളും, അഥവാ ശുപാർശയുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ് എന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ആർക്കാണ് ശുപാർശ ചെയ്യാൻ കഴിയുക? അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യണമെങ്കിൽ അല്ലാഹു അനുവാദം കൊടുക്കണം. അല്ലാഹു അനുവാദം കൊടുക്കുന്ന ആരൊക്കെയാണ് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിക്കുന്ന മഹാന്മാർക്കൊക്കെ അല്ലാഹു അനുവാദം കൊടുത്തിട്ടുണ്ടോ? ഖുർആനിലോ ഹദീസിലോ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകന്റെ ശുപാർശ കിട്ടാൻ പ്രവാചകനോട് ഇസ്തിഗാസയോ തവസ്സുലോ നടത്തിയിട്ട് കാര്യമില്ല. ബാങ്കിന് ശേഷം പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി എന്ന് ചൊല്ലിയാൽ, അല്ലെങ്കിൽ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ ശുപാർശ കിട്ടുമെന്നുള്ളത് വ്യക്തമാണ്. പ്രവാചകനോട് ഇസ്തിഗാസ നടത്തിയാൽ, തവസ്സുൽ നടത്തിയാൽ, പ്രവാചകനെ വിളിച്ച് തേടിയാൽ ശുപാർശ കിട്ടുമെന്ന് ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅ. ആകാശലോകത്ത് എത്രയോ മലക്കുകളുണ്ട്. വകം മിൻ മലക്കിൻ ഫിസ് സമാവാത്ത്. ആകാശലോകത്ത് എത്രയോ മലക്കുകളുണ്ട്. ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅ. അവരുടെ ശുപാർശ ഒന്നും ഉപകരിക്കുകയില്ല. ഇല്ലാ മിൻ ബഅദി അയ്യദന അല്ലാഹു ലിമൻ യശാഉ വയർദ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കും തൃപ്തിപ്പെട്ടവർക്കും അല്ലാഹുവിന്റെ അനുവാദം ലഭിച്ച ശേഷമല്ലാതെ വലാ തൻഫഉ ശഫാഅത്തു. ഒരു ശുപാർശയും ഉപകരിക്കുകയില്ല ഇൻദഹു, പടച്ചവന്റെ അടുത്ത്, ഇല്ലാ ലിമൻ അദിന ലഹു. അല്ലാഹു അനുവാദം കൊടുത്തവർക്കല്ലാതെ. അപ്പോൾ പടച്ചവന്റെ അനുവാദമുള്ളവർക്ക് ശുപാർശ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിൻ്റെ പക്കൽ ശുപാർശ കിട്ടാൻ മഹാന്മാരോട് തേടിയാൽ ഒരിക്കലും കിട്ടുകയില്ലെന്ന് മാത്രമല്ല, നമുക്ക് പരലോകം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് പടച്ചവന്റെ അടുത്ത് ശുപാർശ കിട്ടണോ? റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക, പ്രവാചകനെ പിൻപറ്റുക. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അസ്അദു നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. നിങ്ങളുടെ ശുപാർശ പരലോകത്ത് കിട്ടുന്നത് ആർക്കാണ്? അസ്അദു നാസി ബിശഫാഅതി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എന്നെ ശുപാർശ കിട്ടുന്നവർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഖാലിസൻ മിൻ ഖിബലി നഫ്സിഹി, ആത്മാർത്ഥമായി പറയുന്നവർക്കാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ല ചെല്ലുന്നവർക്ക്, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നവർക്ക് ശുപാർശ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. മഹാന്മാരോട് വിളിച്ചു തേടിയാൽ ശുപാർശ കിട്ടില്ല, പരലോകം നഷ്ടമായി പോകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.